മനസ്സിൽ നീ നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. തിരമാലകളെ ആർപ്പുനാദം കേട്ടില്ലേ, കേട്ടില്ലേ, കേൾക്കുന്നില്ലേ? വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ നിന്റെ മുമ്പിലാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുന്നു, ബേത്ലഹേമേ നീ പതറണ്ട, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. യേശു എന്ന രാജാവ്, he is the king of kings and the lord of lords. നാമവും ക്രിസ്തു എന്നുള്ളത് യേശുവിന്റെ സ്ഥാനവുമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്ഥാനവും പേരും കൂടെ ഒന്നായി. നമ്മുടെ യേശുവിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. കാരണം യേശുവിന് ലാസ്റ്റ് നെയിം ഈ ഭൂമിയിൽ കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. കാരണം അവൻ ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ്. സ്തോത്രം. എനിക്കാണെങ്കിൽ എന്റെ അപ്പന്റെ പേര് ലാസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കാം, സാമുവേൽ എന്ന പേര്. എന്നാൽ യേശുവിന് അങ്ങനെ കൊടുക്കാൻ, യോസഫിന് പേര് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം യേശു യോസഫിന്റെ മാനുഷികമായിട്ട് യോസഫിന്റെ മകനായിട്ട് അങ്ങനെ ആൾക്കാർ കണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ ആത്മാവിനാൽ ഉരുതിരിഞ്ഞവനാണ്. ഇന്ന് രാത്രി യേശുവിന് പറ്റിയ പേരാണ് യേശു ക്രിസ്തു. എന്താണ് ഇതിന് ഇത്രയും വലിയ ഗൗരവം? ഇന്ന് രാത്രി അടിസ്ഥാനമിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഈ വചന ശുശ്രൂഷയിൽ വൻപൻ വിടുതലുകൾ നടക്കും. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതശക്തികൾ ഇളകി മറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കുക, അപ്പോസ്തലന്മാർ പ്രസംഗിക്കാൻ പോയ സ്ഥലങ്ങളിൽ അവർക്ക് ഒറ്റ പ്രസംഗമുള്ളായിരുന്നു. പ്രധാനമായിട്ട് യേശു ക്രിസ്തു എന്നല്ല, യേശുവാണ് ക്രിസ്തു. സ്തോത്രം, 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 സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്ന് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പലയിടങ്ങളിൽ കൊടുത്തിരിക്കുന്ന വാക്ക് യേശുവാണ് ക്രിസ്തു എന്നവർ ഉറപ്പിച്ച് പ്രസംഗിച്ചു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വിളിച്ചു പറയാൻ പോകുന്ന വാക്ക് യേശുവാണ് ക്രിസ്തു. യേശു ക്രിസ്തു എന്ന് നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. ഇന്ന് രാത്രി ആ വാക്കിന്റെ അർത്ഥം അറിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ സന്തോഷിക്കാൻ പോകുകയാണ്. യേശുവാണ് ക്രിസ്തു. ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്. യേശുവാണ് ക്രിസ്തു. സ്തോത്രം. ക്രിസ്തോസ്. യേശുവാണ് ക്രിസ്തു. ഇതാണ് ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗ വിഷയം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് കാണിക്കാം. പൗലോസിന്റെ മറ്റും പ്രസംഗങ്ങളിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ആ വാക്കുകൾ എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചാട്ടെ, വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഓ സ്തോത്രം. ദൈവമക്കൾ എല്ലാം പ്രാർത്ഥനയോടായിരിക്കണം. എന്തൊക്കെയോ ദൈവം ചെയ്യാൻ പോകുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ന്റെ 22-ാം വാക്യം. പ്ലീസ് മൈക്കുള്ളവർ പെട്ടെന്ന് വായിച്ചാട്ടെ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലോ മേൽക്കുമേൽ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. വായിച്ചാട്ടെ. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ദമസ്കോസിൽ പാർക്കുന്ന മതി മതി മതി. ഇന്ന് രാത്രിയിൽ യേശു തന്നെ ക്രിസ്തു. യേശു ക്രിസ്തു എന്നല്ല, യേശു ആണ് ക്രിസ്തു എന്നവൻ തെളിയിച്ചു. ഇന്ന് രാത്രി കാട്ടാക്കടയിൽ യേശുവാണ് ക്രിസ്തു എന്ന് തെളിയിക്കപ്പെടുന്ന രാത്രിയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ചാട്ടെ, ഒരു വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 17:7 3-ാം വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന 17:3. ഈ യേശു തന്നെ ക്രിസ്തു, ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്നും തെളിയിച്ചു. 18:5. ശീലാസും തിമോഥെയോസും മക്കെദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. മുന്നോട്ട് പോകട്ടെ. 28-ാം വാക്യം.
യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. യേശു ക്രിസ്തു എന്ന് പറഞ്ഞു പോകുകയല്ല, യേശു ആണ് ക്രിസ്തു. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇന്ന് രാത്രി എന്നെ ഏറ്റവും കൂടുതൽ ശക്തീകരിച്ച എന്റെ ഉള്ളത്തെ പിടിച്ചു കുലിക്കൊരു വാക്യമുണ്ട്. യോഹന്നാൻ 20:31. ഇത് പറഞ്ഞു പോകുന്നത് വാക്യത്തിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ വിടുതലുകൾ നടക്കട്ടെ. യോഹന്നാൻ 20:31. തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. ഇന്ന് പകരം യോഹന്നാൻ പറയുകയാണ്, ഞാനിത് മൊത്തം എഴുതി പിടിപ്പിച്ചത് ഒറ്റ ഉദ്ദേശം കൊണ്ടാ. യേശുവാണ് ക്രിസ്തുവെന്നും ദൈവത്തിന്റെ പുത്രനെന്നും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിനാ. ഇന്ന് രാത്രിയിൽ ഒരു മുഴു സുവിശേഷത്തിന്റെ ഉദ്ദേശം യേശുവാണ് ക്രിസ്തു. യോഹന്നാനിൽ കൂടെ ദൈവം അത് ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി കാട്ടക്കൽ ഒരു രാത്രി നമുക്ക് അതിനുവേണ്ടി വേർതിരിക്കാം. യേശുവാണ് ക്രിസ്തു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ സ്നാനം കഴിപ്പിക്കാൻ വരുമ്പോൾ ആൾക്കാർ യോഹന്നാന്റെ അടുത്ത് വന്ന് ചോദിച്ച ചോദ്യമുണ്ട്, നീ ആണോ ക്രിസ്തു? ആൾക്കാർ കാത്തിരിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി. നീ ആണോ ക്രിസ്തു? യോഹന്നാൻ പറഞ്ഞു, അല്ല, ഞാനല്ല ക്രിസ്തു. ഞാൻ അവന് വഴികൾ തെളിയിക്കാൻ വേണ്ടി വന്ന വെറും ഒരു ശബ്ദം മാത്രമാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്ന് യോഹന്നാനോട് ചോദിച്ചു, നീ തന്നെയാണോ ക്രിസ്തു? മനുഷ്യന്റെ അകത്ത്, യഹൂദന്മാരുടെ അകത്ത് ഇങ്ങനെ കിടന്ന് ഇളകുകയാണ്. അവിടെ ഉള്ളിൽ അവിടെ ആഗ്രഹം കിടന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, എക്സൈറ്റ്മെന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് രണ്ടാം പ്രാവശ്യം ചോദിച്ചു, നീ ആണോ ക്രിസ്തു? രണ്ടാമത്തെ പ്രാവശ്യം യോഹന്നാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലേ ഞാനല്ല ക്രിസ്തു. ആമീൻ. എന്റെ പുറകെ വന്നവനാണ് ക്രിസ്തു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, മഹാപുരോഹിതൻ യേശുവിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമുണ്ട്, നിത്യനായ ജീവിക്കുന്ന ദൈവത്തെ ആണവെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയമാണ്, തള്ളിക്കളയരുത്. ജീവിക്കുന്ന ദൈവത്തെ ആണവെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ക്രിസ്തുവാണോ? യേശുവിന്റെ മറുപടി, അതെ, ഞാനാകുന്നു. ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, ആ ക്രിസ്തുവിനെ ഇവിടെ ഉയർത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ക്രിസ്തു ഇവിടെ ഉണ്ടെങ്കിൽ, യേശു ക്രിസ്തുവാണെങ്കിൽ, ആ ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ നടക്കാൻ പോകുക. വിശ്വാസിക ദൈവമക്കൾ മാത്രം കൈകളൊന്ന് തട്ടി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട്. ജീസസ് ഈസ് ദി ക്രൈസ്റ്റ്. യേശുവാണ് ക്രിസ്തു. ആമേൻ. യഹൂദന്മാർക്ക് ആരാന്നറിയത്തില്ല ക്രിസ്തു. ആമീൻ. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം സൂക്ഷിക്കണം, ഞാനാ ക്രിസ്തു എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വരും, നിങ്ങൾ കബളിക്കപ്പെടരുത്. പക്ഷെ അവർക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, ആരാണ് ക്രിസ്തു. ഇന്ന് രാത്രി ആ ഗവേഷണമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ഗവേഷണം കണ്ട് ചിലര് ക്രിസ്തുവിനെ അംഗീകരിച്ചു. ആ ഗവേഷണം കണ്ടിട്ട് ചിലര് തെളിവ് കിട്ടിയിട്ട് പോലും ക്രിസ്തുവിനെ അംഗീകരിക്കാതെ പോയി. സ്തോത്രം. എന്നാൽ ഗവേഷണം പോലും ചെയ്യാതെ ചിലർ ക്രിസ്തുവിനെ അംഗീകരിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി വേറൊരു കൂട്ടരും ക്രിസ്തുവിനെ അംഗീകരിച്ചു. ഇന്ന് രാത്രി അങ്ങനത്തെ ഗ്രൂപ്പിനെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത് അവർക്ക് ചില ഐഡിയകളുണ്ട്. ഒന്നാമത് അവർ പറഞ്ഞു, ഇവൻ എവിടുന്ന വരുന്നെന്നുള്ളത് ഞങ്ങൾക്കൊരു ഊഹമുണ്ട്. വായിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 41-42 വാക്യങ്ങൾ വായിച്ചാട്ടെ. ജോൺ 7:41-40. ബ്രദർ മൈ കൈ തന്നെ പിടിച്ചാട്ടെ ബ്രദർ, സമയം കളയരുത്. സ്തോത്രം. ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്. ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത്? ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ എന്നും പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. അവർ യേശുവിനെ കണ്ടപ്പോൾ, യേശു ഇപ്പൊ എവിടുന്നാ വന്നിരിക്കുന്ന? ഗലീലയെന്നാ വന്നിരിക്കുന്ന. അവര് കുത്തിയിരുന്ന് ആലോചിക്കുക, കണ്ണാടിയൊക്കെ ഇട്ട് പരീക്ഷന്മാരെല്ലാം കൂടെ കൂട്ടി പറയാ, നമുക്കിവനെ അംഗീകരിക്കാം, പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇവൻ വരുന്നത് ഗലീലയെന്ന് ഇപ്പം വന്നിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ തെളിവനുസരിച്ച്, നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് ഇവൻ വരേണ്ടത് ബെത്ലഹേമിൽ നിന്നാണ്. അതുകൊണ്ട് അവനല്ല ഇവൻ. ഒന്ന് ഓർത്തു നോക്കിയേ, എന്റെ പരീക്ഷന്മാരെ, എന്തോ മണ്ടന്മാരെങ്ങ നിങ്ങള്. സ്തോത്രം. ഒന്ന് ചെന്ന്, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ
പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ എല്ലാ സമയത്ത് ഏതെങ്കിലും ഒരു അമ്മച്ചിയോ അപ്പച്ചനോ എന്റെ അടുത്തൊന്ന് പറയും, മോന്റെ വീട് എവിടാ, നാട്ടിൽ എവിടാ ജനിച്ചത്. ഒരമ്മച്ചനെ പറഞ്ഞു, മോനെ കണ്ടപ്പോ എനിക്ക് പരിചയമുള്ള ആരാണ്ടയുടെ മോനാന്ന് തോന്നിപ്പോയി. ഞാൻ പറയും, ഞാൻ ജനിച്ചത് റാന്നിയിലാണ്, വളർന്നത് ബാംഗ്ലൂരിലാണ്, ഇപ്പൊ ജീവിക്കുന്ന കാനഡയിലാണ്, ഇപ്പൊ നിൽക്കുന്ന ഓസ്ട്രേലിയയിലാണ്. ആമീൻ. അപ്പം സിമ്പിൾ കാര്യമേ ഉള്ളത്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇവർക്ക് ഇത്രയും തല പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെന്ന് കൈ കൊടുത്ത്, പാസ്റ്റർ ജീസസ്, യേശുവേ, യേശു എവിടുന്നാ വന്നത്? സ്തോത്രം. യേശു പറയും, ഞാൻ വന്നത് ഗലീലയെന്നാണ്. എവിടാ ജനിച്ച വീട് ജനിച്ച എവിടെയായിരുന്നു? ബെത്ലഹേമില. ഓ, കറക്റ്റ് ആണല്ലോ. ഇത്രയും ആവശ്യമേ ഉള്ളൂ. ചിലർ കുഴപ്പം തെളിവില്ലാഞ്ഞിട്ടല്ല, തെളിവെടുത്താൽ അനുസരിച്ചു പോകുമോ എന്ന ചിന്തയിലാണ് അവർ അംഗീകരിക്കാത്തത്. സ്വത്രം തെളിവില്ലാഞ്ഞിട്ടല്ല, ഒന്ന് ചോദിച്ചാൽ മതി. യേശു പറഞ്ഞേനെയും ഞാൻ ബെത്ലഹേമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവർക്ക് അതല്ല വിഷയം. ഇനി ആ തെളിവ് വെച്ച് അംഗീകരിച്ചു പോയാലോ? ഇന്ന് രാത്രിക്കാർ വിളിച്ചു പറയട്ടെ, ഞാൻ ഇവിടെ നിരത്താൻ പോവോ തെളിവുകൾ? ഇന്ന് രാത്രി ഇവിടെ ചില ദൈവമക്കൾ ഉറക്കെ വിളിച്ചു പറയും, യേശുവാണ് ക്രിസ്തു. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? യേശു തന്നെ അതവരോട് പറഞ്ഞു. ലൂക്കോസ് 22-ാം അധ്യായത്തിന്റെ 67-ാം വാക്യം, ലൂക്കോസ് 22:67. യേശുവിനെ പറഞ്ഞു, എന്തുകൊണ്ട് അവർ പറയാത്തെന്ന്. അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അവർ ചോദിക്കും, നീയാണ് ക്രിസ്തു എന്ന് ചോദിച്ചപ്പോ യേശു പറയാ, ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്, എന്ത് കണ്ടാലും വിശ്വസിക്കത്തില്ല. ഇതുപോലത്തെ മീറ്റിംഗിൽ എപ്പോഴും പോകും. സ്തോത്രം. എവിടൊക്കെ സുവിശേഷ യോഗമുണ്ടോ അവരോട് ചെല്ലും. പക്ഷെ എത്ര കേട്ടാലും അവർ വിശ്വസിക്കത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ളവര് ഇന്നിനകത്ത് കണ്ടേക്കാം. കാണാൻ വേണ്ടി വന്നവർ, കുറ്റം പറയാൻ വേണ്ടി വന്നവർ, തെളിവെടുക്കാൻ വന്നവർ. പക്ഷെ ഇന്ന് രാത്രിക്കാർ ഇവിടെ ചില ദൈവമക്കൾ അവനെ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. അതെന്റെ ഉള്ളം ശക്തമായി പറയുക, യേശുവാണ് ക്രിസ്തു. വേറൊരു കാരണം, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 22-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകാൻ വേണ്ടിയാ. യോഹന്നാൻ 9:22. യഹൂദന്മാരെ ഭയപ്പെട്ടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറവാൻ പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. ഇപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഒരു വലിയ ഡിസ്കഷൻ നടന്നിരിക്കുക, ഒരു തീരുമാനം കൊണ്ട് വന്നിരിക്കുക. ആരെങ്കിലും അവൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ചിന്ത വരുന്നു, നിങ്ങൾ ആ ഓർഡർ കേട്ടിട്ട് വന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഏത് പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, ആരൊക്കെ എന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല. ഞാൻ പ്രഖ്യാപിക്കുകയാണ്, യേശുവാണ് ക്രിസ്തു. ഇത് പറയാൻ മടിയില്ലാത്ത ദൈവമക്കൾ കാട്ടാക്കടയിൽ ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം ഉയരട്ടെ. ആര് പിണങ്ങിയാലും കുഴപ്പമില്ല, ആരെതിർത്താലും കുഴപ്പമില്ല, എന്റെ യേശു ക്രിസ്തുവാണ്. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി അവനെ അംഗീകരിച്ച ചില ആൾക്കാരുടെ അവിടെ അംഗീകരിക്കാനുള്ള കാരണമൊന്ന് കണ്ടുപിടിക്കാം. സ്തോത്രം. ആമീൻ. വായിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 25-ാം വാക്യം. സ്തോത്രം. ഇവിടെ അനേക ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റും, നൂറുകണക്കിന് ചോദ്യങ്ങൾ, ആയിരക്കണക്കിന് ചോദ്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് മൊത്തം മറുപടി തന്നത് എന്റെ യേശുവാണ്. ഇന്ന് രാത്രി ആ അനുഭവമുള്ള ദൈവമക്കൾ ഉറക്കെ ആമീൻ പറഞ്ഞാട്ട്, നാളത്തെ കുറിച്ചുള്ള ചോദ്യം, കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യം, എന്തായി തീരുമെന്നുള്ള ചോദ്യം, എല്ലാ ചോദ്യത്തിനും അവനാണ് മറുപടി തന്നത്. അങ്ങനെ മറുപടി തന്നവനെ വിളിക്കുന്ന പേരാണ് ക്രിസ്തു. നിങ്ങൾക്കറിയാമോ ഈ തിരുവചനത്തിന് പ്രത്യേകത അറിയാമോ? ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ ആൾക്കാരെന്ന് പറയും, പാസ്റ്റർ എങ്ങനെ അറിഞ്ഞു? എന്റെ ചരിത്രമായിരുന്നു പാസ്റ്റർ എന്ന് പ്രസംഗിച്ചത്. സ്തോത്രം. ഇന്ന് രാത്രിക്കാൽ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ
അറിയാവുന്ന, നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശുവാണ്. ഇന്ന് രാത്രിക്കാലം അവന്റെ ആത്മാവാണ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? ആ കാരണത്താൽ എനിക്കിന്ന് രാത്രി ഉറക്കെ വിളിച്ചു പറയാം, അവനാണ് ക്രിസ്തു. ഇന്ന് രാത്രി അത് പറയാൻ മടിയില്ലാത്തവർ, പള്ളിയിൽ നിന്ന് മുടക്കുമെന്ന് പേടിക്കാതെ, മടിയില്ലാതെ യേശു ക്രിസ്തു എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ ശബ്ദം ഒന്ന് ധ്വനിച്ച് കേൾക്കട്ടെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് അവർക്ക് വേറൊരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. യേശു ക്രിസ്തു വന്ന എന്ത് സംഭവിക്കുമെന്ന്. യോഹന്നാൻ 7:31. പുരുഷാരത്തിൽ പലരും ഒറ്റ വാക്കിൽ കുരുടന് കാഴ്ച കൊടുക്കുന്നവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 38 വർഷം കിടക്കുന്നവനെ ഒറ്റ വാക്കിൽ എഴുന്നേൽപ്പിക്കുന്നവൻ. നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടിരുന്നവൻ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നവൻ. ഇന്ന് രാത്രി എന്റെ ക്രിസ്തുവിനെ കുറിച്ച് ആ ദൈവദാസൻ പ്രസംഗിക്കുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ആ യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അങ്ങനാണെങ്കിൽ ആ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ഒറ്റ മനുഷ്യനില്ല. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവനാണ് ക്രിസ്തു. ഇന്ന് രാത്രി ഞാൻ ഒരു വ്യക്തമായ ശബ്ദം കേൾക്കുന്നു. എന്നോട് ആരും പിണങ്ങരുത്. ഇത് ശക്തമായൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ഇന്ത്യയെ മനുഷ്യന്റെ കണ്ണിന്റെ അകത്ത് പൊടിയിട്ട് കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾ അവിടെയും ഇവിടെയും കാണിച്ച്, കുട്ടിവിദ്യകൾ കാണിച്ച് മനുഷ്യനെ മയക്കുന്ന കാലം മാറി. ഇന്ന് രാത്രികാലം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. യഥാർത്ഥമായ ദൈവമുണ്ടെന്നും സാക്ഷാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ടെന്ന് ഈ രാജ്യം കാണാൻ പോകുകയാണ്. അതാണ് ക്രിസ്തു. ഹല്ലേലൂയ. സകല നാമത്തിന് മേലായ നാമം ഈ രാജ്യത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ജീസസ് ദ ക്രൈസ്റ്റ്. കുറിച്ചു വെച്ച അടുത്ത ദിവസങ്ങളിൽ ദൈവമക്കൾ കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി എന്തിനാ ാണ് ഒരു വലിയ അത്ഭുതം. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു, അവനാണ് ക്രിസ്തു. സാന്നിധ്യം ഗ്രൗണ്ടിനകത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. മടിയില്ലാത്തവർ, ഭയമില്ലാത്തവർ ഇന്ന് രാത്രി അവനെ ഉയർത്തി പ്രസംഗിക്കണം, ഉയർത്തി വിളിച്ചു പറയണം, അവനാണ് ക്രിസ്തു. യേശുവിനെ, സ്തോത്രം, യേശുവിനെ ഭൂമിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത, വെളിപ്പെടുത്തിയ യോഹന്നാൻ ഒരിക്കലൊരു സംശയം, നീ തന്നെയാണോ ക്രിസ്തു, വരുവാനുള്ളവൻ? യേശുവിനെ മറുപടി ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശു തെളിവ് അങ്ങോട്ട് കൊടുത്തു. എന്ന് പറഞ്ഞ യോഹന്നാനോട് പറഞ്ഞ ഞാനാണ്. യേശുവിനോട് ഒത്തിരി കാര്യങ്ങൾ പറയാമായിരുന്നു. എടാ യോഹന്നാനെ, എടാ നിന്റെ അമ്മയും എന്റെ അമ്മയും അവര് ബന്ധുക്കാരാ. നീ ചോദ്യം ചോദിച്ചെങ്ങനെ? സ്തോത്രം, നിനക്ക് ചരിത്രം അറിയാവുന്നവനല്ലേ? നിന്റെ അമ്മ, സ്തോത്രം, എന്നെ കൊണ്ട് വന്നപ്പോൾ, അല്ല എന്റെ അമ്മ എന്നെ കൊണ്ട് നിന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ നീ അകത്ത് കടന്ന് അന്ന് സ്തോത്രം പറഞ്ഞല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ. ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. ഒറ്റ തെളിവ് മത്തായി 11:3-4 തെളിവ് കൊടുക്കുക. ഇന്ന് രാത്രി ഇതായിരിക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദിവസങ്ങൾ, അടുത്ത ദിവസങ്ങൾ. തെളിവ്. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവൻ മുഖാന്തരം അവരോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി, രോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. അത് ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അവന് സംഗതി പിടികിട്ടും. കാരണം എന്നെ കുറിച്ചുള്ള പ്രവചനമാണത്. ഇന്ന് രാത്രികാലം അതാണ് എന്റെ ക്രിസ്തുവെന്ന്, എന്റെ ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവാണ് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന ദൈവമക്കൾ മാത്രം മുഴു ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട്. യേശു അതാണ് ക്രിസ്തു.
യേശു സകല അത്ഭുതങ്ങൾ ചെയ്യാൻ സർവശക്തനായതുകൊണ്ട് അവന് ക്രിസ്തു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ലെന്ന് പറയുന്ന ദൈവമക്കളിന്റെ അകത്തുണ്ടെങ്കിൽ അവരുടെ ശബ്ദം മാത്രം ഒന്ന് മുഴങ്ങട്ടെ. ചിലർക്ക് ഒരു ഗവേഷണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. സ്തോത്രം. ഒരിക്കൽ യേശു പത്രോസ് ചോദിച്ചു, നാട്ടുകാർ പലതും എന്നെ കുറിച്ച് പറഞ്ഞു, നീ എന്ത് പറയുന്നു? പത്രോസ് പറഞ്ഞു, ഞാൻ പറയുന്നു നീയാണ് ക്രിസ്തു, ദൈവത്തിന്റെ പുത്രൻ. യേശു ഒറ്റയടി പറഞ്ഞു, നീ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തല്ല ഇത് പറയുന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാ നിനക്ക് വെളിപ്പെടുത്തിയതാ. ഇന്ന് രാത്രിയിൽ ഡോക്ടറേറ്റ് എടുത്ത് യേശു ആരെന്ന് കണ്ടുപിടിക്കുന്ന അനേകരുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ഒരു ഡോക്ടറേറ്റുമല്ല, അവനെ കണ്ടപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ മനസ്സിലായി അവനാണ് ക്രിസ്തുവെന്ന് അനുഭവിച്ച ദൈവമക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ട്? രാത്രിക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ട്. അവനെ കണ്ടപ്പോൾ തന്നെ, അവനെ നോക്കിയപ്പോൾ തന്നെ, അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ, അവന്റെ വചനം വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവനാണ് ക്രിസ്തു. ഇന്ന് രാത്രി ദൈവം ശക്തമായി ഇടപെടുന്നു. ചിലരുടെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ അവരിന്ന് രാത്രി ഏറ്റു പറയാൻ പോകുക, യേശുവാണ് ക്രിസ്തു. ദിവസങ്ങൾ സഞ്ചരിക്കണം. ദൈവത്തിന്റെ ആത്മാവിന്റെ കാഴ്ച കാണിക്കുന്നു. അടുത്ത ദിവസങ്ങൾ അഭിഷക്തന്മാർ ഒരു വീടിനകത്ത് കാല് ചവിട്ടുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പറയുന്നതിനേക്കാൾ മുൻപ് ആത്മാവിന്റെ സാന്നിധ്യത്താൽ ചില വ്യക്തികൾ ഏറ്റുപറയും യേശുവാണ് ക്രിസ്തുവെന്ന്. അതുപോലത്തെ അഭിഷേകം കേരളത്തിലേക്ക് വ്യാപരിക്കാൻ പോകുക. ശാന്തം പ്രാപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരെ തന്നെ വെളിപ്പെടുത്തുക. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അഭിഷേകം, ആത്മാവിന്റെ ശുശ്രൂഷ സഭയിലേക്ക് മടങ്ങി വരുന്നു. ഓ, ദൈവശക്തി ചില വ്യക്തികളുമേൽ അവിടെയും ഇവിടെയും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ പരിശുദ്ധമായ ശുശ്രൂഷ സഭയ്ക്കകത്തേക്ക് മടങ്ങി വരികയാണ്. ഒന്ന് പറയട്ടെ, ദൈവയെ ക്ഷമിക്കണം, ഇത് പറഞ്ഞേ മതിയാകും. കേരളത്തിൽ ശുശ്രൂഷ നിൽക്കുന്ന ദൈവദാസന്മാർ ഒരു കാര്യം മറക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ബുദ്ധി കയറി വരും. ദൈവാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുവാൻ ആൾക്കാർ ബന്ധപ്പെടുക. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാനൊരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എന്റെ ആത്മാവ് ചലിക്കാതെ അവർ ചലിക്കത്തില്ല. എന്റെ ആത്മാവ് ചലിക്കാതെ അവർ വാ തുറക്കത്തില്ല. എന്റെ ആത്മാവ് ചലിക്കാതെ അവർ കൈകൾ ഉയർത്തത്തില്ല. ഇന്ന് രാത്രി അഭിഷേകം വേണ്ടി ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ട് അത് നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. രാഷ്ട്രീയത്തിന്റെ കാലം മാറി ഇന്ന് രാത്രി അഭിഷക്തന്മാർ എഴുന്നേൽക്കുന്ന കാലമാണ്. ആത്മാവിന് പരിശുദ്ധമായ ശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധമായ ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിൽ ആത്മാവ് ഇടപെടുക. അങ്ങനത്തെ ആത്മസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ലോകത്തിലെ വമ്പന്മാർ, രാജ്യത്തിലെ വമ്പന്മാർ മുട്ടുകുത്തിയിട്ട് പറയും, അവനാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. എനിക്കിന്ന് രാത്രി ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്കുണ്ട്, ഷിമിയോൻ സഭ പള്ളിയിലേക്ക് വരികയാ. അവിടെ കൊടുത്തത് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്ന് രാവിലെ ദൈവാത്മാവ് അവനോട് സംസാരിച്ചു. സ്തോത്രം. കർത്താവിന്റെ ക്രിസ്തുവിനെ നീ കണ്ടപ്പോൾ ആരും പറയേണ്ട, അവന് മനസ്സിലുമായി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ റെഡിയായിട്ട് ലൈനിൽ നിൽക്കുമ്പോൾ ഇവൻ നേരെ ചെന്നിട്ട്, നീ ആണോ യേശുവാണോ? അല്ല. പിന്നെ ഇവനെ കണ്ടിട്ട് തോന്നുന്നു, സ്വത്രം 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 ആമീൻ, അങ്ങനെയൊന്നും ചോദിക്കേണ്ടി വന്നില്ല. നടന്നു നേരെ എത്തന്റെ അടുത്തെത്തിയിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, നാദാ. ഇന്ന് രാത്രി തലമുറ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മാവിനാൽ ചലിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കാൻ പോകുക. ആ അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന
വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കൈകളൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചില വ്യക്തികളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുക. അവർ ഉറക്കെ വിളിച്ചു പറയുന്നു, യേശുവാണ് ക്രിസ്തു. ദൈവമക്കൾ, നമ്മുടെ മീറ്റിങ്ങുകൾക്ക് നല്ല റെക്കോർഡിംഗ് വേണം, നന്നായി മീറ്റിംഗ് നടത്തണം. പക്ഷെ ഒരു കാര്യം മാത്രം മറക്കരുത്, നമ്മുടെ മീറ്റിംഗിൽ ആത്മാവ് വേണം, പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. എത്ര മൈക്ക് വെച്ചതുകൊണ്ടോ എത്ര ലൈറ്റ് വെച്ചതുകൊണ്ടോ ഒറ്റ ഹൃദയത്തിൽ പോലും ചലനമുണ്ടാകത്തില്ല. ചലനമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയേ മതിയാകൂ. അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം. പത്രോസ് പറഞ്ഞ വാക്കെന്നറിയോ? ഐ ആം ഷുവർ. മലയാളത്തിൽ എങ്ങനെയാ വാക്ക്? എനിക്ക് ഉറപ്പുണ്ട് നീയാണ് ക്രിസ്തു. ഇന്ന് രാത്രികൾ ദൈവാത്മാവിനോട് വ്യക്തമായി ദൂത് അറിയിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധ ഹൃദയങ്ങളുടെ മീതെ ചലിക്കാൻ തുടങ്ങും. സഭകളുടെ അകത്ത് ആൾക്കാരൊന്ന് മുട്ടുകുത്തും. നാട്ടിലെ പ്രമാണികൾ മുട്ടുകുത്തും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, ദൈവത്താൽമാർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ പ്രവർത്തിച്ചുകൊണ്ട് ചില ആൾക്കാരെ സഭയ്ക്കകത്തേക്ക് ദൈവം എത്തിക്കാൻ പോകുകയാണ്. അതാണ് അടുത്ത ദൈവത്തിന്റെ മൂവ്. ഇന്ന് രാത്രികാലം അത് ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി എവിടൊക്കെ നിങ്ങൾ നിൽക്കുന്നു പ്രാപിക്കാൻ തയ്യാറാകുക. നിങ്ങൾ ഒറ്റയ്ക്ക് പോകത്തില്ല, പരിശുദ്ധാത്മാ കൂടെ വരാൻ പോകുക. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ആത്മാവ് കൂടെ വരാൻ പോകുകയാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ദൈവമക്കൾ ചെമീറ്റുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി കഴിഞ്ഞു. വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വ്യക്തമായി കാഴ്ച കണ്ടോണ്ടാ ഇവിടെ ഇരുന്നത്. മുകളിൽ നിന്ന് ഒരു പുക പൊങ്ങുന്ന പോലെ, ഒരു മേഘം പൊങ്ങുന്നത് പോലെ ആത്മാവിന്റെ സാന്നിധ്യം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടു. ഇന്ന് രാത്രി അതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാ ചലിക്കുന്ന ആൾക്കാര് ഉറക്കെ വിളിച്ചു പറയാൻ പോകുക, അവനാണ് ക്രിസ്തു, യേശുവാണ് ക്രിസ്തു. നിങ്ങൾ അവിടെ പോകേണ്ട ദൈവീയത അവിടെ ഒരാൾ മാത്രം എല്ലാവരും ഓടിപ്പോണ്ട ആവശ്യമില്ല. ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് രാത്രി ഭൂതങ്ങൾ അളകും, വിട്ടുമാറും, വിടുതലുകൾ നടക്കും. ഇന്ന് രാത്രി എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് ഉയർത്തണം, ക്രിസ്തുവിനെ ഉയർത്തണം എന്ന ആഗ്രഹത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. സംതിങ് മൈറ്റി ഈസ് ഹാപ്പനിങ് ടുനൈറ്റ്. ഇന്ന് രാത്രി എന്താ പിശാചികൾ ഇളകാൻ കാരണം എന്നറിയാമോ? ഒരു പക്ഷേ അടുത്ത പോയിന്റ് എന്തുവാന്ന് അവർക്കറിയാം. വായിച്ചാട്ടെ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. യേശു ക്രിസ്തുവാന്ന് സമ്മതിച്ച അടുത്ത ഗ്രൂപ്പ്. പലരിൽ നിന്നും ഭൂതങ്ങൾ, പലരിൽ നിന്ന് ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പറയുകയാണ്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി പള്ളി പ്രമാണികൾക്ക് അറിയത്തില്ലെങ്കിലും, പുരോഹിതന്മാർക്ക് അറിയത്തില്ലെങ്കിലും, പൈശാചിക ശക്തികൾക്കറിയാം യേശുവാണ് ക്രിസ്തു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അധികാരത്തോട് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ താണ്ഡവമാടിക്കൊണ്ടിരുന്ന പൈശാചിക ശക്തികൾ ഈ രാത്രി അലറി വിളിച്ചു പറയാൻ പോകുക, യേശു ക്രിസ്തു.
ദൈവ സാന്നിധ്യം ദൈവദാസമാണ് മീതെ വ്യാപരിക്കുകയാണ്. ഉറക്കെ വിളിച്ചു പറയട്ടെ, പൈശാചിക ശക്തികൾ വിളിച്ചു പറയുന്നു, യേശുവാണ് ക്രിസ്തു. എന്താ കാരണം? ഒന്ന് വായിച്ചാട്ടെ ബ്രദർ, എന്താ കാര്യം? അവർ വിളിച്ചു പറയാൻ കാര്യം എന്താ? താൻ ക്രിസ്തു എന്ന അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ അതിന്റെ മുമ്പിലത്തെ വാക്യങ്ങൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവർ ഒക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെ മേൽ കൈവച്ചു അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട്, സ്തോത്രം, ഇംഗ്ലീഷ് കൊടുത്ത വാക്ക് കുടുംബങ്ങളുടെ അകത്ത് കയറി അവിടെ കുഞ്ഞുങ്ങളെ ആക്രമണം ചെയ്ത പൈശാചിക ശക്തികൾക്ക് ഇന്ന് രാത്രി ദണ്ഡനം വീഴുന്ന രാത്രിയാണ്. അവർ നിലവിളിക്കാൻ പോകുകയാണ്, യേശു ക്രിസ്തു. മടങ്ങി വരും. ആ ശക്തികൾ വിട്ടുമാറുമ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറിക്കൂടിയ സാത്താന്യ ശക്തികൾ ഈ രാത്രി വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവാണ്. ബദ്ധന്മാരെ സ്വാതന്ത്ര്യമാക്കുവാൻ അധികാരം ലഭിച്ചവൻ. യേശു ക്രിസ്തു താൻ ക്രിസ്തുവാന്നും താൻ ക്രിസ്തോസ് അനോയിന്റഡ് ആന്ന് പറഞ്ഞു തുടങ്ങിയ പ്രസംഗം ഒന്ന് വായിക്കാൻ പോകുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തു പള്ളി വന്നപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക്, ഐ ആം അനോയിന്റഡ്, ഐ ആം ക്രിസ്തോസ്. ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, കാരാഗ്രഹത്തിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ, യഹോവയുടെ സുപ്രസാദ വർഷം പ്രഖ്യാപിക്കുവാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, യഹോവ എന്നെ ക്രിസ്തോസ് അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇന്ന് രാത്രിയിൽ അതാണ് ക്രിസ്തുവിന്റെ ആദ്യത്തെ സ്വയം പരിചയപ്പെടുത്തല്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ അഭിഷക്തൻ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ സകല ദൂതന്മാരും എഴുന്നേറ്റ് നിന്നു. നൂറ്റാണ്ടുകളായി ലോകം കാത്തിരുന്ന, അവരെ വിടുവിക്കാൻ വേണ്ടി കൊതിച്ച് ആര് വിടുവിക്കും എന്ന് കൊതിച്ചിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഇതാ യേശുവിന്റെ മറുപടി, ഞാൻ അഭിഷക്തൻ എന്ന് പറയുകയും സ്വർഗത്തിൽ സകല ദൂതന്മാരും നമ്മുടെ നാട്ടിൽ നാഷണൽ ആന്തം ജനഗണമന പാടുമ്പോൾ ആൾക്കാർ ഭക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ദൂതന്മാർ എഴുന്നേറ്റ് നിന്നു. എന്റെ വിശ്വാസം യേശു അഭിഷക്തൻ എന്ന് പറഞ്ഞപ്പോൾ പാതാളങ്ങളിൽ ചലനങ്ങളുണ്ടായി. ലൂസിഫറും സംഘം കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ ഇളകാൻ തുടങ്ങി. ഇന്ന് രാത്രി കഴിഞ്ഞ് വിളിച്ചു പറയട്ടെ, അഭിഷക്തന്റെ വാക്കിന് മുൻപിൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ രാത്രിയാണ് ഈ രാത്രി. സ്തോത്രം. പാതാളത്തിൽ ചലനങ്ങൾ ഉണ്ടായി. ബൈബിൾ പറഞ്ഞു, ഭൂമിയിൽ ഉണ്ടായിരുന്നവർ, കേട്ടവർ, കണ്ടവർ, അവരുടെ കണ്ണുകൾ അവന്റെ മേൽ പതിഞ്ഞു. 3 മണ്ഡലങ്ങളിൽ ചലനങ്ങൾ ഉണ്ടായി കാണും. സ്തോത്രം. യേശു എഴുന്നേറ്റ് ഒറ്റ വാക്ക്, ഞാൻ അഭിഷക്തനാണ്. അതിന്റെ 2 വാക്ക് അർത്ഥമുണ്ട്. അതാണ് ഒരു വാക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇന്ന് രാത്രി പറയും. യേശു പറയുകയാണ്, സ്തോത്രം, അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എടാ പിശാചേ, ഇത്രയും നാളും നീ ആൾക്കാരെ ആക്രമിച്ചു, ചോദിക്കാനും പറയാനും ആരുമില്ലെന്നായിരുന്നു നിന്റെ ചിന്ത. ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്, ചോദിക്കാനും പറയാനും ഇനി ഒരാളുണ്ട്. നീ കെട്ടിയാൽ ഞാൻ കെട്ടായിരിക്കും. നീ കണ്ണുള്ളവന്റെ കണ്ണ് കുരുടാക്കിയാൽ ഞാൻ കുരുട്ട് കണ്ണുകളെ തുറക്കും.
നീ കാരാഗ്രഹത്തിൽ ആൾക്കാരെ പിടിച്ചിട്ടാൽ ഞാൻ കാരാഗ്രഹം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നീ അവർക്ക് ജീവിതത്തിൽ വേദനയുടെ വാക്ക് മാത്രം പ്രഖ്യാപിച്ചാൽ ഞാൻ അവരുടെ ജീവിതത്തിന് മീതെ സുപ്രസാദ വർഷം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷത്തെക്കുറിച്ച് അവിടെ മീതെ പ്രഖ്യാപിക്കും. നീ നിന്റെ പണി ചെയ്യടാ, ഞാൻ എന്റെ പണി ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി കാട്ടാക്കടേ എന്നെ കേൾക്കും ദൈവമക്കളെ, യേശു ക്രിസ്തുവാണെന്നും അഭിഷക്തനെ നീ ഇന്ന് രാത്രി അംഗീകരിച്ചാൽ നിന്റെ കുടുംബത്തിൽ കെട്ടുകൾ ഈ രാത്രി പൊട്ടിമാറും. ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഈ യേശുവിനെ ചില ക്രിസ്തു എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, മഷിയ, വിടുതൽ തരുന്നവൻ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവൻ. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ തയ്യാറുണ്ട്, ആ ക്രിസ്തുവിനെ ഞാൻ അംഗീകരിക്കും, ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ യേശുവാണ് ക്രിസ്തു. എന്നിട്ട് എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് വിടുതൽ തരാൻ പറ്റുമെങ്കിൽ യേശുവിന് മാത്രമേ പറ്റൂ. അടുത്ത യേശു ഒറ്റ വാക്ക്, കഴിഞ്ഞ 700 വർഷമായിട്ട് ആൾക്കാർ ഈ പ്രവചന വാക്കുകളെല്ലാം വായിച്ചോണ്ടിരിക്കുക, സെയിം വാക്യം വായിച്ചോണ്ടിരിക്കുക. പക്ഷെ അന്ന് യേശു ഒരു വാക്ക് പറഞ്ഞു, എക്സ്ട്രാ വാക്ക്. ഇതായിരുന്നു ആ വാക്ക്, ഇന്ന്. ഇന്ന് നിങ്ങളുടെ കേൾവി നിവർത്തി വന്നിരിക്കുന്നു. അത് കേട്ടപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പണ്ടങ്ങാണ്ട് സംഭവിച്ചെന്നോ ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്നോ കേൾക്കാൻ ആൾക്കാർ സുഖമാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാനില്ല. ഇന്ന് യേശു ക്രിസ്തുവായി നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. ചിലക്ക് അവിശ്വാസം ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇന്ന് രാത്രി വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവായി നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുക. അത് വിശ്വസിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഈ പ്രസംഗത്തിന് ശേഷം യേശു ഡെമോൺസ്ട്രേഷൻ ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. യേശു അതൊന്ന് പ്രദർശിപ്പിച്ച് കാണിച്ചു. കാരണം യേശുവിന്റെ പ്രസംഗം എപ്പോഴും തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ചാ പോകുന്നത്. സ്തോത്രം. യേശു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങോട്ടാ പോയെന്നറിയാമോ? നേരെ പോകുന്ന പത്രോസിന്റെ വീട്ടിലേക്ക്. സ്തോത്രം. ചെന്നപ്പം പത്രോസ് പറഞ്ഞു, യേശുവെ ആകെ ഒരു പ്രോബ്ലത്തിൽ കൂടെ പോകുന്നു. യേശു വെച്ചു, എന്ത് പറ്റി? എന്റെ അമ്മായിയമ്മ കുറെ ദിവസമായിട്ട് കിടപ്പ. സ്തോത്രം. ഭയങ്കര മിനിസ്ട്രി താല്പര്യമുള്ള അമ്മായിയമ്മയാ, ഇപ്പൊ കിടപ്പ. എഴുന്നേറ്റ് വിട്ടാൽ ഈ അമ്മച്ച കിട്ടും. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ചില മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കപ്പെട്ട ചിലതിനെ കിടത്തിയിട്ടിരിക്കുന്ന ആൾക്കാരെ അവരുടെ വിടുതലിന്റെ സമയമായെന്ന് പറയാനാ ദൈവം എന്നെ ഇവിടെ അയച്ചത്. Somebody lift up your voice. അദ്ദേഹം എന്നെ കുറിച്ചാണ് ഈ ദൂത് പറയുന്നെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടികൂടാതെ പ്രഖ്യാപിച്ചോ. മടികൂടാതെ എഴുന്നേൽപ്പിച്ച് വിട്ടാൽ പിന്നെ ഇരിക്കത്തില്ല. ദേശം വെട്ടിപ്പിടിക്കും, ദേശത്തിലെ ശക്തികളെ ശാസിക്കും. അങ്ങനെ അറിഞ്ഞ ചില വ്യക്തികളെ കിടക്കലിട്ടിരുന്ന ശത്രുശക്തിയെ ഈ രാത്രി ശാസിപ്പാനാണ് ക്രിസ്തോസ് ഇവിടെ വന്നിരിക്കുന്നത്. തന്നെ ശക്തികൾ ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ശക്തിയോട് ഇവിടെ ശബ്ദമുയരട്ടെ. എന്തോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നാളുകളായി നിങ്ങളുടെ കുടുംബത്തെ പിടിച്ചു വെച്ചിരുന്ന സാത്താന്യ ശക്തികൾ ഈ രാത്രി വിട്ടുമാറിയേ മതിയാകൂ. എന്നിട്ട് സ്തോത്രം, അവൾക്കൊരു ചായ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്റെ അടുത്ത് അമ്മച്ചമാരൊക്കെ വന്ന് പറഞ്ഞു, എന്റെ പാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു, ഞാൻ പുറത്തു പോയി കഴിഞ്ഞു, ചായ പോലും ഇട്ട് തരാൻ പറ്റിയില്ല പാസ്റ്ററെ. ഞാൻ ഒരു അമ്മച്ചി സാരമില്ല, സ്തോത്രം, പിന്നെ ഒരു ദിവസം വരാം. യേശുവിനെ കിട്ടിയിരിക്കുക വീട്ടില്. ഒരു ചായ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ ഞാൻ എഴുന്നേറ്റാൽ ഞാൻ ശുശ്രൂഷിക്കും. ഇന്ന് രാത്രിയിലത്തെ വിടുതൽ എല്ലാവർക്കും അല്ല.
ഞാൻ എഴുന്നേറ്റ സിനിമ കാണാൻ പോകുന്നു പറയുന്ന പുള്ളിക്കല്ല. എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ, എന്റെ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ ഞാൻ അവന് ശുശ്രൂഷ ചെയ്യുമെന്ന് ആഗ്രഹിക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെ എന്റെ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ, എന്റെ സമ്പത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ ഞാൻ അവനെ ശുശ്രൂഷ. ഇന്ന് രാത്രി ഞാൻ തൊടേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിനുള്ള ശക്തി വ്യക്തികളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്റെ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ, എന്റെ ശുശ്രൂഷയെ ദൈവം എഴുന്നേൽപ്പിച്ച. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഗ്രൗണ്ട് നിറയ്ക്കുകയാണ്. എന്നെ ദൈവം ഉയർത്തിയാൽ ഞാൻ അവനെ ഉയർത്തും. എന്നെ ദൈവം മാനിച്ചാൽ അവനെ ഞാൻ മാനിക്കും. നിൽക്കും ദൈവദാസന്മാർ, സ്തോത്രം. അവിടെ നിൽക്കുക. ഈ അമ്മച്ചി എഴുന്നേറ്റാൽ യേശുവിന് ശുശ്രൂഷ ചെയ്യുന്ന അറിഞ്ഞതുകൊണ്ടാ പിടിച്ച് കിടത്തിയത്. ഇന്ന് രാത്രി ചില ശുശ്രൂഷകന്മാരെ, ചില കുടുംബങ്ങളെ ശത്രു പിടിച്ച് കിടത്തിയത്, ആക്രമിച്ചത്. നീ എഴുന്നേറ്റാൽ അവന്റെ സാമ്രാജ്യത്തിൽ കുലുക്കമുണ്ടാകും. ഇന്ന് രാത്രിയിൽ മുഴു ശക്തിയോടെ വിളിച്ചു പറയട്ടെ, സാക്ഷാൽ ലൂസിഫർ നിന്നെ പിടിച്ചു വെക്കാൻ നോക്കിയാലും ക്രിസ്തോസ്, ക്രിസ്തു ഇന്ന് രാത്രി ശുശ്രൂഷകന്മാർ, ഹല്ലേലൂയ, ദൈവമക്കൾ വിളിച്ചു പറയാൻ തയ്യാറാണോ? അവിടെ കൊടുത്തൊരു വാക്ക്, യേശു ഒന്ന് നോക്കിയപ്പോൾ പുറത്ത് പനി, പുറകിൽ ചെകുത്താൻ. ഒറ്റ ശാസനയാ, വിട്ടു പോ, റിബ്യൂക്ട്. അവൾ ചാടി എഴുന്നേറ്റു, അവന് ശുശ്രൂഷ ചെയ്തു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുഴു ബലം കൊണ്ട്, നിങ്ങളുടെ ബലമല്ല, സോറി, നിങ്ങൾക്കുള്ള മൊത്തം കൊണ്ടൊന്ന് പ്രകടിപ്പിക്കുവാൻ ഞാൻ നിങ്ങൾക്കൊരു അവസരം തരാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ കിടക്കുന്ന കാലം കഴിഞ്ഞു. എന്റെ ശുശ്രൂഷ ലെവലിൽ വന്ന് നിൽക്കുന്ന കാലം കഴിഞ്ഞെന്ന് ഇന്ന് രാത്രികാലം പുറത്തു വരാൻ പോകുകയാന്ന് വിശ്വസിക്കുന്ന ക്രിസ്തോസ് വന്നിട്ടുണ്ട്. യേശു ക്രിസ്തോസ്. അങ്ങനെയുള്ള ദൈവദാസന്മാർ വേണമെങ്കിൽ ഒന്ന് ഇരുന്നോ. നിൽക്കുന്നവരും എങ്ങനെങ്കിലും പ്രകടമാക്കാൻ പറ്റുവാണ് പ്രകടമാക്കണം. ഞാനൊന്ന് പ്രകടമാക്കാൻ പോകുകയാ. ഇന്ന് രാത്രികാലം ശുശ്രൂഷയിൽ അടുത്ത ലെവലിലേക്ക് പോകേണ്ടിയ വ്യക്തികളെ പിടിച്ച് പുറകോട്ടിട്ട് ഒരു സ്ഥലത്ത് നിർത്തിവെച്ചിരിക്കുന്ന ആ അവസ്ഥ ഇന്ന് രാത്രിയിൽ ക്രിസ്തോസ്, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശത്രുശക്തിയെ ഇന്ന് രാത്രി ശാസിക്കുക. എന്നിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, ഞാനിതാ എഴുന്നേൽക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രകടമാക്കി കാണിച്ചാട്ടെ, ഞാൻ എഴുന്നേൽക്കുന്നു, എന്റെ ശുശ്രൂഷ എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ക്രിസ്തോസ് വന്നത് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കാനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തോസ് ഇന്ന് രാത്രി ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുകയാണ്. Hallelujah. 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 ദൈവത്താത്മാവിനെ ശക്തമായി ഇടപെടുന്നു. ഇന്ന് രാത്രി കെട്ടപ്പെട്ട വ്യക്തികൾ പുറത്തു വരാൻ പോകുക.
വെച്ച കുടുംബങ്ങൾ പുറത്തു വരാൻ പോകുക. വർഷങ്ങളായി കെട്ടപ്പെട്ട വ്യക്തികളുടെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. ക്രിസ്തോസ്. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും വെച്ച വ്യക്തികളെ മീതെ ശക്തി വ്യാപരിക്കുക. ഇത് രാത്രി അവൻ എന്നെ എഴുന്നേൽപ്പിക്കുന്നത് അവന് ശുശ്രൂഷ ചെയ്യാനാണ്. ഉറപ്പുള്ള ദൈവദാസന്മാർ ഒന്ന് പറയുക, ഒന്ന് വെളിപ്പെടുത്തി കാണിക്കുക. ഒന്നിങ്ങനെ ഒരാളോട് പറ, എന്തെങ്കിലും പറഞ്ഞാട്ട്, എന്തെങ്കിലും ചെയ്താട്ട്, ഈ രാത്രിയുടെ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചാട്ട്, യേശു എന്നെ എഴുന്നേൽപ്പിക്കുന്നത് അവനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്തോസ്, ക്രിസ്തോസ്. ഇവിടെ നിൽക്കുന്ന ദൈവമക്കളെല്ലാം റെഡിയായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇനി ഇരിക്കണ്ട, അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ മീറ്റ് നിർത്താൻ പോകുകയാണ്. ഒരിക്കൽ ഫിലിപ്പോസ് ശമരിയയിൽ വന്നു. അപ്പോസ്തലപ്രവൃത്തി 8:3 കൊടുത്തിരിക്കുന്നത് അവൻ അവിടെ വന്ന്, ഒന്ന് വായിച്ചാട്ടെ എന്ത് സംഭവിച്ചു. അപ്പോസ്തലപ്രവൃത്തി 8:3 മുതൽ അടുത്ത 5-10 മിനിറ്റുള്ളിൽ ഈ മീറ്റിംഗ് നിർത്തും. ദൈവമക്കൾ പ്രാർത്ഥനയോട് എന്തോ ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് 8:3 എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. സ്തോത്രം. 8:4 വാക്യം മുതൽ 5 വാക്യം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഞങ്ങൾ പ്രസംഗത്തിൽ 2 ഗ്രീക്ക് വാക്കുകളാണുള്ളത്. ഒന്ന് യു ആംഗലിറ്റ്സോ എന്ന വാക്കും മറ്റേ കെറാസോ എന്ന വാക്കാണ്. കെറാസോ ഇവിടെ കൊടുത്തിരിക്കുന്നത് കെറാസോ എന്ന വാക്കാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കട്ടെ. കെറാസോ എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഇതാണ്, ഹെറാൾഡ്, വിളംബരം ചെയ്യുന്നവൻ. പണ്ട് കാലത്ത് രാജാക്കന്മാർ, അന്ന് ഇമെയിൽ ഒന്നുമില്ല, ഫോൺ വിളിച്ച് പറയാൻ പറ്റത്തില്ല, വിളംബരം ചെയ്യുന്നവരെ അപ്പോയിന്റ് ചെയ്യും. അവർക്ക് 3 ക്വാളിറ്റിയാണ് വേണ്ടിയത്. ഒന്ന്, നല്ല ശബ്ദം വേണം. സ്തോത്രം. 2, ഒരു മാർക്കറ്റിൽ ചെന്ന് അവർ നിന്നാലും അവിടെ
ഒത്തിരി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ആ സംഭാഷണങ്ങൾ നടക്കുന്നിടത്തുനിന്ന് ആൾക്കാരുടെ ശ്രദ്ധ ഇവരിലേക്ക് പിടിച്ചു വെക്കണം, ആകർഷിക്കണം. അതിന് വേണ്ട ഡാൻസ് ചെയ്യണം, ബെല്ലടിച്ചോ, എങ്ങനെങ്കിലും മാർക്കറ്റിലുള്ള എല്ലാം ഇവരെ കാണണം. സ്വോത്രം. ഇന്ന് രാത്രി പലരും ആരാധിക്കുമുള്ള ചിന്ത ആരിനെ കാണരുത്. പക്ഷെ ഫിലിപ്പോസിന്റെ സ്വോത്രം ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഒന്നി ബെല്ലടിച്ചോണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചെടുത്തോണം. 3 സ്തോത്രം, വലിയ ശബ്ദത്തോട് പ്രഖ്യാപിക്കുന്നവനാകണം. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം ഒന്ന് വായിക്കാൻ പോകുകയാണ്. ഫിലിപ്പോ ശമര്യയിൽ ചെന്ന് ശബ്ദമുണ്ട്, ആൾക്കാരുടെ എല്ലാ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിച്ചു. ഇനി ആരും കാണരുതെന്ന് പറയുന്നവനെ കൊള്ളത്തില്ല. സ്വോത്രം 10 പേരെ കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ശ്രദ്ധ അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് അടുത്ത 3ാമത്തെ ക്വാളിറ്റി ഇതാണ്, ഉറക്കെ പ്രഖ്യാപിക്കുന്നവനായിരിക്കണം. അവനാണ് വിളംബരക്കാരൻ. സ്തോത്രം. അങ്ങനെ എന്താ പ്രഖ്യാപിച്ചെന്ന? ക്രിസ്തുവിനെ. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചോ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും, അങ്ങനെയാണെങ്കിൽ അടയാളങ്ങൾ നടക്കും. കാണുകയും ചെയ്യുകയാൽ കാണത്തക്ക രീതിയിൽ കേൾക്കത്തക്ക രീതിയിലും അടയാളങ്ങൾ നടക്കും. അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഇന്ന് രാത്രി നീ ഉറക്കെ ക്രിസ്തുവിനെ ഉയർത്തിയാൽ അശുദ്ധാത്മാക്കൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പോരെ ഈ ഗ്രൗണ്ടിൽ ക്രിസ്തു ഉയർത്തപ്പെട്ട്, യേശു ക്രിസ്തു ഉയർത്തപ്പെട്ട്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വന്ന വായിച്ചാട്ടെ. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഇന്ന് രാത്രിക്കാലം കാർമേഘ പഠനങ്ങൾ പോലെ കുടുംബത്തിലെ സന്തോഷം കെടുത്തിക്കളഞ്ഞ ദുരാത്മാക്കൾ വിട്ടുമാറുമ്പോൾ ഇന്ന് രാത്രി വലിയ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് ആത്മാവിനോട് ഒരു കാര്യം ഇടപെട്ട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആർ യു റെഡി ഫോർ ദിസ്? നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറക്കെ ആമീൻ പറഞ്ഞാട്ടെ. പഴയ നിയമത്തിൽ പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ അവന്റെ മേൽ എണ്ണ ഒഴിക്കും. അതാണ് അടയാളം. സ്തോത്രം. അഭിഷേകം ചെയ്തു എന്നതിന്റെ അടയാളമാണ്, ആമീൻ, വ്യക്തമായി കാണുന്ന അടയാളമാണ് എണ്ണ. എന്നാൽ യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ എണ്ണ ഒഴിച്ചല്ല, ബൈബിൾ പറഞ്ഞ അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. സ്തോത്രം. എണ്ണയല്ല, ആത്മാവ് തന്നെ ശക്തിയാലും യഹോവ അവൻ അഭിഷേകം ചെയ്തയാൽ അവൻ സഞ്ചരിച്ചു. ഞാൻ ചോദിച്ചു, കർത്താവേ, ആ അഭിഷേകം അങ്ങയ്ക്ക് മാത്രം, യേശുവിന് മാത്രമേ ഉള്ളൂ? ആമീൻ. 2 കൊരിന്ത്യർ 1:21 പറയുന്നു, ആ ദൈവം നമ്മളെ അതേ അഭിഷേകത്താൽ അഭിഷേകം ചെയ്തിരിക്കുക. അങ്ങനെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പോകുന്ന ദൈവമക്കൾ ആത്മാവിന്റെ ശക്തിയോട് ഇവിടുന്ന് കടന്നു പോകാൻ പോകുക. പക്ഷെ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറയുന്നു. ഇന്ന് രാത്രി അഭിഷക്തന്മാരുടെ ശബ്ദം ഇവിടെ ഉയരുന്ന രാത്രിയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളൊരു അഭിഷക്തനാണെങ്കിൽ ഇന്ന് രാത്രി ശബ്ദം ഉയർത്തണം. 30 വർഷം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന യേശു മിണ്ടാതിരുന്നു. പക്ഷെ അന്ന് ആദ്യമായി വാ തുറന്നു. ഇന്ന് രാത്രിയിൽ അഭിഷക്തൻ വാ തുറക്കുന്നത് രാഷ്ട്രീയക്കാര് വാ തുറക്കുന്ന പോലല്ല. അഭിഷക്തൻ വാ തുറക്കുന്നത് നാട്ടുകാർ വാ തുറക്കുന്ന പോലല്ല. അഭിഷക്തന്മാർ വാ തുറന്നാൽ ചില സംഭവങ്ങൾ നടക്കും. അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് വിടുതല, ഈ രാത്രി കുടുംബങ്ങൾക്ക് വിടുതല. ഈ രാത്രി അഭിഷക്തന്മാർ വാ തുറക്കുന്ന രാത്രിയാണ്. ഫിലിപ്പോസിനെ പോലെ എല്ലാ കണ്ണുകളും അടയട്ടെ. ഫിലിപ്പോസിനെ പോലെ യേശു ക്രിസ്തുവാണ്.
പറയാൻ ഇന്ന് രാത്രി മടി മാത്രമല്ല, 10 പേര് കേൾക്കത്തക്ക രീതിയിൽ ദൈവത്തിനാൽ ശക്തം ഇടപെടുന്നു. മഹാപുരോഹിതൻ അത് പറയാൻ മടിയാണ്. യഹൂദ പ്രമാണികൾക്ക് അത് പറയാൻ മടിയാണ്. പക്ഷെ ഇന്ന് രാത്രി നാട്ടുകാർ മൊത്തം കേട്ടാലും കുഴപ്പമില്ല. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. എന്റെ യേശുവാണ് സാക്ഷാൽ ക്രിസ്തു. എന്ന് പറയാൻ തയ്യാറുള്ള ദൈവമക്കൾ ഈ രാത്രി അവിടെ ശബ്ദം ഈ ഗ്രൗണ്ടിൽ ഉയരാൻ പോകുകയാണ്. അങ്ങനെ ഉയരുമ്പോൾ ഫിലിപ്പോസ് ഉറക്കെ ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ ഉറക്കെ അലയ്ക്കാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ദൈവത്താൽമ ഇടപെടുന്നു. ശരീരത്തിൽ രോഗങ്ങൾ സൗഖ്യമാകുന്നതായി കാണാൻ പോകുക. ഇന്ന് രാത്രി ആർ യു റെഡി? എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങളും യേശു മാത്രമേ ഇവിടെ ഉള്ളെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അകത്തുനിന്ന് എന്തൊക്കെ പറയാൻ താല്പര്യമുണ്ടോ, ആരാധനയായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മടികൂടാതെ 10 പേര് കേട്ടാലും കുഴപ്പമില്ല, കേൾക്കണം. ഞാൻ ചിലപ്പോ കൈ ഉയർത്തും, ആൾക്കാർ കാണട്ടെ, ഈ ദേശം കാണട്ടെ, എന്റെ യേശുവാണ് സാക്ഷാൽ ക്രിസ്തു. വേറൊരു നാമമില്ല, വേറൊരു നാമമില്ല, യേശുവാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഉയരാൻ പോകുക. മുഴു ശക്തിയോടെ, മുഴു ബലത്തോടെ ക്രിസ്തുവിനെ ഉയർത്തുക, യേശുവിനെ ഉയർത്തുക. നിങ്ങളുടെ കുടുംബത്തിന് രാത്രി വിടുതല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടപ്പെട്ടവർ ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിനാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. എന്റെ അഭിഷക്തന്മാർ വാ തുറക്കുന്ന രാത്രിയാണ് ഈ രാത്രി. മിണ്ടാതിരുന്ന എന്റെ അഭിഷക്തന്മാർ ഈ രാത്രി വാ തുറക്കാൻ പോകുക. ട്രിവാൻഡ്രം പട്ടണത്തിന് മീതെ, കേരളത്തിന് മീതെ, രാജ്യങ്ങൾക്ക് മീതെ ശബ്ദമുയർത്ത രാത്രിയാണ്. ദൈവ സാന്നിധ്യത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം നിങ്ങൾക്കുള്ള മുഴുവൻ ബലവും ഉപയോഗിച്ച് കൈകൾ ഉയർത്തണമെങ്കിൽ ഉയർത്തി, കൈകൾ തട്ടണമെങ്കിൽ തട്ടി. ഞാൻ 3 ദിവസം ഉയർത്തിയ അഭിഭാഷകനായ ക്രിസ്തു, രാജാവായ ക്രിസ്തു, ഇന്ന് രാത്രി അഭിഷക്തനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഒന്ന് ഉയർത്തുവാൻ നിങ്ങൾക്കുള്ള മുഴു ശക്തി ഉപയോഗിച്ച്, മുഴു ബലം ഉപയോഗിച്ച് കൈകൾ വീശണമെങ്കിൽ വീശി. കൈകൾ വീശി ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരുന്നാട്ട്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങളുടെ കുടുംബത്തിലെ കെട്ടുകൾ, ചങ്ങലുകൾ ഇതാ പൊട്ടിമാറുകയാണ്. ദുരാത്മാക്കൾക്കറിയാം യേശു ക്രിസ്തുവാണ്. ദൈവത്താൽമ ശക്തമായി ഇടപെടുന്നു. ചില രോഗികൾ ഇന്ന് രാത്രിയിൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളുടെ അകത്തെ കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടിമാറിക്കൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവാണ് പൗലോസ് സ്ഥാപിച്ചു.
ഇന്ന് രാത്രികാലം ഞങ്ങളും കൂടെ ഉറക്കെ വിളിച്ചു പറയുക, ഒരു സംശയമില്ലാതെ ഷുവറായിട്ട് ബലത്തോട് വിളിച്ചു പറയുക, യേശുവാണ് സാക്ഷാൽ വിമോചനം തരുന്ന ക്രിസ്തു. രാത്രിക്ക് ദൈവം ശക്തം ഇടപെടുന്നു. കെട്ടരിഞ്ഞു എന്നറിയുന്നവർ ശിംശോൻ കൊടഞ്ഞെഴുന്നേറ്റതുപോലെ കൊടഞ്ഞെഴുന്നേറ്റാട്ടെ. ഈ രാത്രി നിങ്ങളുടെ കുടുംബം ഇനി ബന്ധനത്തിലല്ല, യേശുവിന്റെ നാമത്തില് ചില വിളിച്ചു പറ, എന്റെ കുഞ്ഞുങ്ങൾ ബന്ധനത്തിലല്ല, ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ അവരെ അംഗീകരിക്കുന്നു. ഇത്രയും തെളിവ് കിട്ടിയിട്ടും പേടിച്ച് അംഗീകരിക്കാത്തവരവിടെ നിൽക്കട്ടെ, മടി കൊണ്ട് അംഗീകരിക്കാത്തവർ നിൽക്കട്ടെ. പക്ഷെ ഒരു മടിയുമില്ലാതെ ഉറക്കെ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കാൻ കൊടേണ്ടിവരൊന്ന് കൊടഞ്ഞോ. ഇത്രയും നാൾ നിങ്ങളെ കിടത്തിയ കട്ടില് ഇനി അവിടെ കിടക്കത്തില്ല. 38 വർഷമായി കിടന്നവനോട് യേശു അത് തന്നെയാ പറഞ്ഞത്, കട്ടിലെടുത്തോട്ട് പോടാ, എനിക്ക് കിടന്നിട്ട് കാര്യമില്ല, എഴുന്നേറ്റ്. ഇന്ന് രാത്രിയിൽ മുഴു സാത്താന്യ കോട്ടകളും ഇളകത്തക്ക രീതിയിൽ യേശു എന്നെ സ്വാതന്ത്ര്യമാക്കിയാൽ ഞാൻ സാക്ഷാൽ സ്വാതന്ത്ര്യനാണ് ഉറപ്പുള്ള വ്യക്തികൾ മാത്രം ഇനി ഞാൻ കിടക്കയിലല്ല, ഇനി ഞാൻ കെട്ടിലല്ല എന്നുറപ്പുള്ളവർ മാത്രം മുഴു ബലത്തോട് നിങ്ങൾക്ക് എങ്ങനെ വെളിപ്പെടുത്താമോ ആ രീതിയിൽ വിശ്വാസത്തിന്റെ പ്രതിചിഹ്നമായി ദൈവത്തിനൊരു ആരാധന കൊടുത്താട്ടെ. ചില നിൽപ്പിൽ കാലുകൾ മുന്നോട്ട് വെച്ചാട്ടെ, ചില നിൽപ്പിൽ ഒന്ന് ചലിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ഇനി അവിടെ കിടക്കുകയല്ല, ഞാൻ പുറത്തു വരികയാണ്, എന്റെ കുടുംബം പുറത്തു വരികയാണ് യേശു ക്രിസ്തുവിനാൽ. അവിടെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതോടെ മീതെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുക. ദൈവത്തിന്റെ ആത്മാ ശക്തമായി പറയുന്നു, ചില അഭിഷക്തന്മാരെ ഈ രാത്രി ദൈവം റിലീസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ നിൽപ്പിൽ ഒറ്റ കണ്ടീഷൻ, ഈ യേശുവിന് എന്നെ വിടുവിപ്പാൻ കഴിവുണ്ട്, അവൻ ക്രിസ്തുവാണ്. എന്നെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്, അവൻ ക്രിസ്തുവാണ്. എന്നെ രക്ഷിപ്പാൻ കഴിവുണ്ട്, അവൻ ക്രിസ്തുവാണ്. പലർക്കും ഇത് അറിയാം, പക്ഷെ പറയാനൊരു മടി, ഒരു ഭയം. ഇന്ന് രാത്രി ആരെതിർത്താലും അത് പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറയുന്നവര് മാത്രം നമുക്കൊറക്കെ ആ നാമത്തെ ഒന്ന് വിളിച്ചു പറയാം, യേശു ക്രിസ്തു, യേശു ക്രിസ്തു.
ഹല്ലേലൂയ. കർത്താവേ, ഈ മുൻവശം മുതൽ പുറകെ അറ്റം വരെ ഒരു മടിയുമില്ലാതെ അങ്ങാണ് ക്രിസ്തു എന്ന് പ്രഖ്യാപിച്ച ആ കുടുംബങ്ങളുടെ അകത്ത്, ആ വ്യക്തികളുടെ അകത്ത്, ആ രോഗികളുടെ മീതെ ഇപ്പോൾ സാന്നിധ്യം വ്യാപരിക്കണമേ. ആ ശുശ്രൂഷകന്മാരുടെ മീതെ ദൈവ സാന്നിധ്യം വ്യാപരിക്കണമേ. ബ്രദർ, നിങ്ങൾ കെട്ടിൽ കിടക്കാൻ പാടില്ല. സഹോദരി, നിങ്ങളുടെ കുടുംബം ഇനി കെട്ടിൽ കിടക്കാൻ പാടില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചത് യേശുവാണ് ക്രിസ്തു എന്ന്. ക്രിസ്തുവിന്റെ ശുശ്രൂഷ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നതാണ്. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അത് കഴിയുമ്പോൾ ഒരു പാട്ടുപാടി ഇവിടെ ആരാധിക്കും. മുഴുബലത്തോടെ ദൈവത്തെ ആരാധിച്ച് ഈ ഉത്സവം മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് ദൈവദാസന്മാർ മുന്നോട്ട് വന്നാട്ടെ. പ്ലീസ്, കുഴപ്പമില്ല, നിങ്ങൾ മുന്നോട്ട് വരേണ്ടിയവർ മുന്നോട്ട് വന്നാട്ടെ. പിതാവേ, ഇന്ന് രാത്രിയിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, യേശുവാണ് ക്രിസ്തു, സാക്ഷാൽ എന്നെ വിടുവിക്കുന്നവൻ എന്ന് പ്രഖ്യാപിച്ച എല്ലാ കുടുംബങ്ങളിലും, എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തോടെ ഐ ആം ഷുവർ, എനിക്കതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞവരുടെ കുടുംബങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ പിതാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, ഈ മുൻപിൽ നിൽക്കുന്ന ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായി വന്നവരുണ്ട്, വിടുതൽ വേണ്ടിയവരുണ്ട്, ശുശ്രൂഷകൾ വേണ്ടിയവരുണ്ട്. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ അവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടിമാറട്ടെ. രോഗികളായുള്ളവർ സൗഖ്യമാകട്ടെ. Something is happening. എന്തോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മുൻപ് വരണമെന്നില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ക്രിസ്തു നിങ്ങളെ തൊടുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ തൊടുകയാണ്. കർത്താവേ, അവിടെ നിൽക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച ഈ രാത്രിയിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങൾ ഈ കുടുംബത്തിൽ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമായിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ഹാർട്ട് രോഗികൾ സൗഖ്യമാകട്ടെ. നരമ്പ് രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗികൾ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. കിഡ്നി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഉദര രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി കർത്താവെ ഞങ്ങളൊന്ന് ആരാധിക്കാൻ പോകുക. ഈ നടുവിൽ അങ്ങയുടെ ജനം അത്ഭുതം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ഒരു പാട്ടുപാടി ആരാധിക്കാൻ പോകുകയാണ്. ഉയർന്നില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ തകർക്കും
ആരാച്ചാട്ടെ ആരും പോകണ്ട ശക്തിയോടെ ആരാച്ചാട്ടെ. ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നു മാറിയപ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിധം പോ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ കാവിനി വേഗം രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നു, എന്നേശു ജീവിക്കുന്നതിനാൽ ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ യേശു കർത്താവ് നിത്യവാസവന്റെ വെള്ളത്തിന്റെ പരിവർത്തിച്ച വെള്ളത്തിന്മീതെ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് കാട്ടാക്കട പട്ടണത്തെ ആരാധിക്കട്ടെ. ജീവന ഭൂതവനം
യേശുവിന്റെ നാമത്തിൽ ആരാധന ഉയരുകയാ, ആരാധന ശക്തി ഉയരുകയാ, പ്രാർത്ഥനയുടെ ശക്തി ഉയരുകയാ. ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറുന്നു, നിങ്ങളുടെ ശരീരങ്ങളുടെ പോരുകൾ വിട്ടുമാറുന്നു, നിങ്ങളുടെ ശരീര കേടുകൾ ഈ രാത്രി വിട്ടുമാറുന്നു. ഇന്നലെ വരെ നിങ്ങളുടെ ഭവനത്തിൽ അവരെ താണ്ഡവം ആടിയെങ്കിൽ ഇന്ന് രാത്രി മുതൽ യേശു യേശു ക്രിസ്തു ശരീരങ്ങളിൽ നിന്നും ഉഴകൾ അപ്രത്യക്ഷമാകുന്നു. ദൈവ സാന്നിധ്യത്താൽ ദൈവസഭകൾ നിറഞ്ഞു വരികയാണ്. ഈ രാത്രിയിൽ നീ എന്തിനെ പ്രതീക്ഷിച്ച് ഈ മീറ്റിംഗിൽ ഇറങ്ങി വന്നോ? എന്താണോ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അത് സഫലമാക്കുന്ന ഒരു യേശു ക്രിസ്തു, ഒരു യേശു ക്രിസ്തു. അസ്കാരകൾ കനക്കത്തുൽ കനക്കടക്കുന്നില്ല, അവണ്ണ സമർക്കുന്നില്ല. ഈ രാത്രിയിൽ Glory, 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 glory. സാത്താന്റെ ശക്തികൾ, പൈശാചികന്റെ കോട്ടകൾക്ക് ഇനി ഒളിത്തളങ്ങളിൽ ഇരിക്കുവാൻ കഴിയുകയില്ല. ഈ രാത്രിയിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. യേശു ഇറങ്ങി വരുമ്പോൾ, യേശു ക്രിസ്തു ഇറങ്ങി വരുമ്പോൾ ഈ രാത്രിയിൽ യേശു ക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ കാട്ടാക്കടയിൽ ഇറങ്ങി വന്നിരിക്കുകയാ. യേശു ക്രിസ്തു തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാ. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ശക്തി പ്രാപിച്ച ദൈവജനം ഇവിടുന്ന് കയറുന്ന ഇതര വാഹനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ പോകുകയാ. ഇരുട്ടിന്റെ ശക്തികൾ മാറാൻ പോകുകയാ. പൈശാചികന്റെ കോട്ടകൾ തകരാൻ പോകുകയാ. നിന്റെ സഭ ഇനി ഉയരത്തില്ലെന്ന് വെല്ലുവിളിച്ച ശത്രുവിന്റെ മുമ്പിൽ സ്വർഗ്ഗമിത ഉയർത്തിപ്പിടിക്കാൻ പോകുകയാ. വർഷങ്ങളായി വാട്ടത്തം പ്രാപിച്ചിട്ട് തമ്പുരാനേ, ഒരു വിടുതൽ ഇതുവരെയും എനിക്ക് ാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് മാനസികമായി ദണ്ഡനത്തിലൂടെ കഴിയുന്ന സഹോദരാ, രാത്രി നിന്റെ ബിസിനസ് പൊളിഞ്ഞതല്ല, ഒരു പുതിയ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ഒരു ബ്രേക്കറ്റ് കാലയളവ് തന്നതാ. ആ ബ്രേക്കറ്റ് തീരാറായി. ഇതാ നിനക്ക് വേണ്ടി അവന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു, നിനക്ക് വേണ്ടി അവന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ആ പ്രവൃത്തി ശരീരങ്ങളിൽ അനുഭവിച്ചവർ അവരെ സ്തുതിച്ചാട്ടെ. കാട്ടാക്കടയിലെ ഉത്സവം, കാട്ടാക്കടയിലെ വചനോത്സവം ഇന്ന് രാത്രി സമാപിക്കുകയല്ല, ഇവിടെ നിന്ന് ആരംഭിക്കപ്പെടാൻ പോകുകയാ. വരുന്ന നാളുകളിൽ ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ, ഈ ദേശത്ത് നടക്കുന്ന മീറ്റിങ്ങുകളിൽ സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുകയാ.
ഇന്ന് രാത്രിയിൽ ഒരു ദൂത് കൂടെ ഓർത്തോണം. ഇവിടെ നിൽക്കുന്ന അനേക ദൈവമക്കൾ, അനേക വോളണ്ടിയേഴ്സ്, വിശേഷാൽ സ്തോത്രം ഞങ്ങളുടെ പ്രയർ സെല്ലിൽ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശരീരത്തിന് ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് അനുഭവിച്ചറിയാൻ പോകുക. നാളെ മുതൽ അനുഭവിച്ചറിയാൻ പോകുക. അടുത്ത സെക്കൻഡ് മുതൽ അനുഭവിച്ചറിയാൻ പോകുക. നിങ്ങളുടെ തലമുറകൾ രാജ്യങ്ങളെ കീഴ്മേൽമറിക്കുന്ന, നിങ്ങളുടെ തലമുറകളെ ലോകത്തെ അറിയപ്പെടുന്നവരാക്കി മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കപ്പെടാൻ പോകുക. ഒരുമിച്ച് ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.